ഹായ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര വിശ്രമിച്ചിട്ടും മനസ്സിനും ശരീരത്തിനും ഒരു ക്ഷീണം തോന്നുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് എന്തുകൊണ്ടാണ് ഒരു ശാന്തത ഇല്ലാത്തത്? മാത്രമല്ല, മനസ്സിൽ എന്തെങ്കിലും ഒരു അരുതാത്ത സംഭവിക്കുമോ എന്നുള്ള ഭയവും ആശങ്കയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അറിയാനുള്ളത്, ഇത് നിങ്ങളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ല, നിങ്ങൾ ദുർബലരായതുകൊണ്ടുമല്ല. ഇത് നിങ്ങളുടെ മനസ്സിന് അറിവില്ലാതെ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അബദ്ധത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടും. നമ്മൾ കരുതുന്നത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ കാണാനും നിരീക്ഷിക്കാനും അനുഭവിക്കാനും പിന്നെ ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു ഉപാധിയായിട്ടാണ്. എന്നാൽ അത് മാത്രമല്ല, ഈ കാണുന്നതും നിരീക്ഷിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം നിർമ്മിക്കാൻ ആവശ്യമായ ചിലതൊക്കെ എടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി നമ്മുടെ മനസ്സിനുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒന്നാണ്. അതെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നന്മയും ക്ഷേമവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ മനസ്സുപയോഗിച്ച് നമുക്ക് നന്മ നിറഞ്ഞ ഒരു ജീവിതം ആകർഷിക്കാൻ തക്ക വിധമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. പക്ഷെ സംഭവിക്കുന്നത്, നമ്മൾ അറിവില്ലാതെ അബദ്ധത്തിൽ നമ്മൾ ഈ മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവിക്ക് ദോഷം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ഭാവിക്ക് ഭീഷണിയായി തോന്നുന്ന ഒരു സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാറി വരുന്ന സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചോ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയെക്കുറിച്ചോ ഒക്കെയുള്ള ആശങ്കയും ഭയവും കലർന്ന വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഈ ഭയത്തിന്റെ ഫീലിങ്ങോടുകൂടി നമ്മൾ മനസ്സുകൊണ്ട് നോക്കിക്കാണുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ സത്യത്തില് നമ്മൾ തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സമാനമായ ഭയത്തിന് തുല്യമായ കാര്യങ്ങളെ ആകർഷിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുന്നത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിന്റെ ഈ ആഗ്രഹത്തിന് വിരുദ്ധമായ നിർദ്ദേശങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ നെർവസ് സിസ്റ്റവും നമ്മുടെ നാഡീ നരമ്പുകളും എല്ലാം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ എത്ര വിശ്രമിച്ചിട്ടും റെസ്റ്റ് ഫീലിംഗ് കിട്ടാത്ത വിധത്തിൽ നമുക്ക് ക്ഷീണം തോന്നാൻ കാരണം. നമ്മൾ 1-2 ദിവസം തുടർച്ചയായിട്ട് ഈ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും മനസ്സിന് സമാധാനവും കിട്ടുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അനുഭവമുള്ള ഒരു കമന്റ് ചെയ്യൂ. താങ്ക് യു.